ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുജിയാണ്. ഇന്ന് ബോട്ടിൽ ആർട്ടിലൊരു അടിപൊളി പെയിൻറ്റിങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസായി എന്നെ അറിയിക്കുക. പിന്നെ ഈ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലിൻ്റെ 2 പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇത് നന്നായി സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കുക. ഞാനിവിടെ ഓൾറെഡി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് വൈറ്റ് ഗ്ലൂ ആണ്. വൈറ്റ് ഗ്ലൂവും ടാൽക്കം പൗഡറും കൂടി മിക്സ് ചെയ്യുക. 1:1 എന്നുള്ള അനുപാതത്തിലാണ് നമ്മളത് മിക്സ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അത് ടോട്ടൽ സ്മഡ്ജ് ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ച് അത് അടിക്കാതിരിക്കുക. കാരണം സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ടെക്സ്ചറൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ലെമൺ, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെയുള്ളൊരു കോമ്പിനേഷനിലേക്കാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ലൈറ്റ് കളേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ആക്രിലിക് കളേഴ്സാണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രിലിക് കളറാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ബ്രഷ് കൊണ്ട് ഒരു സ്ട്രോക്ക് കൊടുത്ത് അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ സ്പോഞ്ച് ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്ലെൻഡിങ് എല്ലാം സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോഞ്ച് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് കളർ കോമ്പിനേഷൻ മിക്സിംഗ് എല്ലാം എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ബ്ലാക്കും ബ്രൗൺ കളറും കൂടി മിക്സ് ചെയ്തൊരു കോമ്പിനേഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പയ്യെ വളരെ മൈന്യൂട്ടായിട്ട് എൻ്റെ സ്റ്റമ്പ് കാര്യങ്ങളെല്ലാം വരയ്ക്കുക. ഒരു ട്രീയുടെ സ്റ്റമ്പാണ് ഞാൻ വരയ്ക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയിൻ്റായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം. മൈന്യൂട്ടായിട്ടുള്ള സ്റ്റമ്പെല്ലാം ചെയ്യാൻ 0 നമ്പർ അല്ലെങ്കിൽ 1 നമ്പർ ബ്രഷൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. 0 നമ്പർ ബ്രഷാണെങ്കിൽ വളരെ മൈന്യൂട്ട് പോയിൻറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഈ 2 ബോട്ടിലേക്കും ലിങ്ക് ചെയ്തുകൊണ്ട് വേണം ഈ പിക്ചർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ കിട്ടുള്ളൂ. ലോങ് ആയിട്ട് മൗണ്ടൻസും കാര്യങ്ങളെല്ലാം കാണിക്കാനായിട്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു പെർസ്പെക്റ്റീവും ട്രാൻസ്പെറൻറ്റ് ഫീലും ഒരു ലോങ് എഫക്റ്റൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കളേഴ്സ് കുറച്ച് വാട്ടറി ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അധികം കളർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല.
അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനൊരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ അടുത്തേക്ക് വരുന്ന ട്രീയും കാര്യങ്ങളെല്ലാം നമുക്ക് മാക്സിമം ഡാർക്കായിട്ട് തന്നെ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ പിക്ചർ ലിങ്ക് ചെയ്യുക. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വരയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് അനിമൽസൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ട്രീ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആ ഒരു ബോട്ടിൽ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനകത്തേക്ക് മൈന്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റമ്പെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പിക്ചറാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോഴും ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഇത് വേറൊരു പിക്ചറായിട്ട് നമുക്ക് കിട്ടും. ഓരോ ബോട്ടിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചറുമാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഒരു 4 പിക്ചർ പോലെയാണ് ഇത് തോന്നുന്നത്. 2 ബോട്ടിലും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഓരോ പിക്ചറാണ്. പിന്നെ ഓരോ ബോട്ടിലും ഓരോ പിക്ചറാണ് വന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസായി രേഖപ്പെടുത്തുക. ഇനിയും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.